അറിയോ, ബഗ്ദാദിലെ ഒരു ഖാദിയാര് നബി തങ്ങളെ സ്ഥിരമായി സ്വപ്നം കാണുന്നയാളാണ്. ഒരു ദിവസം റസൂലുള്ളാഹിനെ സ്വപ്നം കാണുമ്പോ നബി തങ്ങളെ മുഖമതാ വിവർണമായിട്ട് കാണുകയോ. വിവർണമായ മുഖം കണ്ടപ്പോ നബിയോട് ഖാദിയാര് ചോദിച്ചു, നബിയെ ഇങ്ങനെയല്ലല്ലോ നിങ്ങളെ കണ്ടിരുന്നടോ, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? മാലി അറാക മുതഗയ്യിറല്ലൗനി, മുഖത്തിന് വല്ലാത്ത ഒരു പകർച്ച കാണുന്നുവല്ലോ. ഇതങ്ങ് കേട്ടപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഓ മനുഷ്യ, ഇന്നത്തെ രാത്രിയില് എന്റെ സമുദായത്തിൽ 1700 പേര് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മാത്തഫിഹാ 1700 ആദമിൻ മിൻഹാ ഇത്നാനി മാതാ അലൽ ഈമാൻ. 1700 പേര് മരിച്ചിട്ട് 2 ആളെ ഈമാനോടുകൂടെ മരിച്ചിട്ടുള്ളൂ. വൽ ബാക്കി അലാ ഗൈറിൽ ഈമാൻ, മറ്റുള്ളവരല്ല ഈമാനില്ലാതെ മരണപ്പെട്ടു പോയവരാണ്. ഉടനെ ഖാദിയാർക്കും വിഷമം വന്നുപോയി. റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ നിങ്ങളെ സമുദായത്തിൽ പെറ്റുപറ്റിയ ആളുകള്, മോശം വന്ന ആളുകള്, തമ്മാടിത്തരം ചെയ്തു കൂട്ടിയ ആളുകള് മരിക്കുന്ന നേരത്ത് ഈമാനില്ലാതെ മരിക്കുന്നതിലുള്ള സംരക്ഷണം ലഭിക്കാൻ അവരെന്ത് ചെയ്യണം നബിയേ? നമ്മളെ കണ്ടുകൊണ്ടൊരു ചോദ്യമല്ലയോ അത്, എന്നെയും നിങ്ങളെയും മുന്നേ കണ്ടുകൊണ്ടല്ലയോ ആ ചോദ്യം? നമ്മുടെ റസൂലുള്ളാഹിന്റെ സമുദായമാണ്. പക്ഷേ ചെയ്യാൻ പാടില്ലാത്തത് പലതോ ഞാനും നിങ്ങളും ചെയ്തുവല്ലോ. ഇങ്ങനെ തെറ്റുപറ്റിയ ആളുകളെ ഈമാനിന്റെ സലാമത്തിനു വേണ്ടി എന്താണ് നബിയെ അവർ ചെയ്യേണ്ടത്? ഇതും കൂടെ പറഞ്ഞിട്ട് ഞാനൊന്ന് നിർത്തിക്കോട്ടെ. റസൂലുള്ളാഹി തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, ഖുദ്ഹാദി സ്വൈഫതൽ ഉമ്മതി, ഒരു എഴുത്ത് കൊടുക്കുകയാണ്. ആ എഴുത്ത് കൊടുത്ത് ഖാദിയാരോട് പറഞ്ഞു, ഇത് കുത്തിച്ചോ, ഇത് എന്റെ സമുദായത്തിന് നിങ്ങൾ കൊടുക്കണം. ഈ എഴുതിയത് ഒരു ദിവസം ഓരോ ദിവസം ഓരോ തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചൊല്ലുന്നത് കേൾക്കുകയാണെങ്കിൽ, ചൊല്ലാനും എഴുതാനും വായിക്കാനും അറിയാത്തയാള് ഇത് എഴുതി വെച്ചത് അവന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന യമൂതൂന അലൽ ഈമാൻ, അവർ ഈമാനോടുകൂടെ മരിക്കുക തന്നെ ചെയ്യും. എന്നാലോ എഴുതി കൊടുക്കുന്ന ദിക്റിനെ കുറിച്ച് പരിജ്ഞാനമുണ്ടായിട്ട് ഇത് പഠിക്കാൻ മനസ്സ് കാണിക്കാതെ, ഇതൊന്നും ഓതാൻ സമയം കാണാതെ, ഓതുന്നതൊന്ന് കേൾക്കാൻ സമയം കാണാതെ, വേണ്ട ഇതിനെ ആദരിച്ച് നിന്റെ പോക്കറ്റിലൊന്ന് കൊണ്ടു നടക്കാൻ മനസ്സ് കാണിക്കാതെ ആരാണോ നടക്കുന്നതെങ്കിൽ ഞാനവനിൽ നിന്ന് ഒഴിവാ, അവന്റെ കാര്യം പറഞ്ഞ് എന്റെ അടുക്കൽ വരണ്ട എന്നീ ഖാദിയാരോട് പറഞ്ഞ് റസൂലുള്ള പോയപ്പോ പന്തബഹത്തു, പെട്ടെന്ന് ഇദ്ദേഹം ഉറക്കിൽ നിന്ന് എണീക്കുകയാണ്. അങ്ങനെ സ്വന്തം തലപ്പാവിലേക്ക് നോക്കിയപ്പോ ആ തലപ്പാവിനകത്തൊരു എഴുത്ത് കാണുകയാണ്. ഏതാണ് ആ എഴുത്തെന്നറിയോ? ചെറുപ്പക്കാരാ, നമ്മോട് ചൊല്ലാൻ പറഞ്ഞ ദിക്റ്, നമ്മളോട് കൊണ്ടു നടക്കാൻ പറഞ്ഞ ദിക്റ്, നമ്മളോട് എഴുതി പഠിക്കാൻ പറഞ്ഞ ദിക്റ്, ചൊല്ലുന്നത് കേൾക്കാൻ പറഞ്ഞ ദിക്റ്, ആ ദിക്റ് ദിനേന ചൊല്ലുകയാണോ, കേൾക്കുകയാണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ചുമന്നോട് നടക്കുകയാണോ? റസൂലുള്ളാഹി പറയുന്ന യമൂതൂന അലൽ ഈമാൻ, അവർ ഈമാനോടുകൂടെ മരിക്കുകയുള്ളൂ. ഏതാണ് ആ ദിക്റെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മൗജൂദ് ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅറൂഫ് ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ
المعبود بكل مكان لا إله إلا الله المذكور بكل لسان لا إله إلا الله كل يوم هو في شهر الأمان لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الإحسان يا غفور يا غفار برحمتك يا أرحم الراحمين ദിവസം ചൊല്ലാൻ പതിവാക്കുക ചൊല്ലിപ്പതിവാക്കുക ചൊല്ലാൻ കഴിയാത്തവൻ കേട്ട് പതിവാക്കുക രണ്ടിനും കഴിയാത്തവനാങ്കിൽ എഴുതിയിട്ട് പോക്കറ്റ് സൂക്ഷിക്കുക യമൂതൂന അലൽ ഈമാൻ ഈമാനോടുകൂടെ മരിക്കാൻ അവസരം കിട്ടുകയുള്ളൂ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞതാണ് ഇത് ഞാനിങ്ങനെ പറയുമ്പോ സാധാരണക്കാരായ നിങ്ങൾ വിചാരിക്കും മുസ്ലിയാരെ നിങ്ങളിങ്ങനെ അങ്ങ് വയല് പറഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് എങ്ങനെയാ ഉൾക്കൊള്ളാൻ കഴിയാ ഇതെല്ലാം എങ്ങനെയാ കാണാതെ പഠിക്കാൻ കഴിയാ വിഷമിക്കണ്ട ഒരു കോപ്പി ഞാൻ നമ്മുടെ സംഘാടകരെ കയ്യിൽ കൊടുക്കും അവർ ഓപ്പി നിങ്ങൾക്ക് എടുത്തു തരട്ടെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകളോ അതിന്റെ പേര് കൊടുത്താലും ഇല്ലെങ്കിലും ശരി അതേ ഓരോ കോപ്പിയും നിങ്ങളെ കൈവശം കിട്ടണോ അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ